ക്ഷേത്രങ്ങളിൽ പുരുഷന്മാർ ഷർട്ട് ധരിച്ച് കയറരുതെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ പറഞ്ഞതിന് മറുപടിയുമായി MV ഗോവിന്ദൻ മാസ്റ്റർ. ആചാരങ്ങൾ മാറ്റരുതെന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ദുരാചാരങ്ങളെ എതിർത്താണ് മന്നത്ത് പത്മനാഭൻ സാമൂഹിക പരിഷ്കരണം നടത്തിയതെന്ന കാര്യം സുകുമാരൻ നായർ മറക്കരുതെന്നും ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. സുകുമാരൻ നായർ പറയാണ്, ആചാരങ്ങളൊന്നും മാറ്റാൻ പാടില്ല. ആചാരങ്ങൾ മാറ്റിയില്ലായിരുന്നുവെങ്കിൽ മന്നത്ത് പത്മനാഭനില്ല. അല്ലെങ്കിൽ വേറെ ഏതോ ഒരു നായരെ പോലെ നമ്പ്യാരെ പോലെ ഒരു പത്മനാഭൻ ഉണ്ടാവുമായിരുന്നു. മന്നത്ത് പത്മനാഭൻ ഉണ്ടായത് എന്തുകൊണ്ടാ? മഹത്തായ ആശയങ്ങൾ ഉൾക്കൊണ്ട് നവോത്ഥാന മൂല്യങ്ങൾ ഉൾപ്പെടുത്തി അധസ്ഥിതരായ ജനവിഭാഗങ്ങളോടൊപ്പം നിന്ന് സവർണ വിഭാഗത്തിന്റെ ഭാഗമായി ജാഥ നയിച്ച് വൈക്കത്തിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് മാർച്ച് നടത്തുന്നത് നേതൃത്വം കൊടുത്ത് അവിടെ ഇവിടെയെല്ലാമുള്ള പൊതുയോഗങ്ങളിൽ പ്രസംഗിച്ച് അനാചാരങ്ങൾക്കെതിരായി പൊരുതിയ മഹത്തായ പാരമ്പര്യത്തിൽ നിന്നാണ് മന്നത്ത് പത്മനാഭൻ എന്ന ദേശീയ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിന്റെ നവോത്ഥാന നായകനുണ്ടായത്. സനോജ് സുരേന്ദ്രൻ സമ്മേളന നഗരിയിൽ നിന്ന് വാർത്തയിൽ വിവരങ്ങൾ നൽകാനുണ്ട്. സനോജ്, സനാതന ധർമ്മത്തിൽ അധിഷ്ഠിതമാണ്, ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമാണ് സനാതന ധർമ്മം, അത് അശ്ലീലമാണ് എന്ന് പറഞ്ഞു വെക്കുന്നു ഗോവിന്ദൻ മാസ്റ്റർ. G. സുകുമാരൻ നായർക്കുള്ള മറുപടി മന്നത്ത് പത്മനാഭനെ ചൂണ്ടിയാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായിട്ടും മനുസ്മൃതിയിൽ അധിഷ്ഠിതമായിട്ടാണ് സനാതനധർമ്മം നിലകൊള്ളുന്നത്. അതുകൊണ്ട് അത് ചാതുവർണ്ണത്തിൻ്റെ ഉൽപ്പന്നമാണ്. അത് പറയുന്നത് പോലും അശ്ലീലമാണ് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ചൂണ്ടിക്കാണിക്കുന്നത്. CPIM-ൻ്റെ കോട്ടയം ജില്ലാ സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന വേളയിലായിരുന്നു മാഷിൻ്റെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പറയുന്നത്, തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടിയ ഒരു നവോത്ഥാന നായകനായിരുന്നു മന്നത്ത് പത്മനാഭൻ. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്ക് ക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ, ക്ഷേത്രത്തിൽ പ്രവേശിക്കുവാൻ, വഴി നടക്കുവാൻ വേണ്ടിയുള്ള അവകാശത്തിന് വേണ്ടി പോരാടിയ വ്യക്തിത്വമാണ് മന്നത്ത് പത്മനാഭൻ. അനീതിക്കെതിരെ അദ്ദേഹം പോരാടിയില്ലായിരുന്നുവെങ്കിൽ ഒരു പത്മനാഭനായി മന്നത്ത് പത്മനാഭൻ ചുരുങ്ങുമായിരുന്നു. അദ്ദേഹം അത്തരത്തിൽ പോരാടിയതുകൊണ്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ മന്നത്ത് പത്മനാഭൻ ഇടം പിടിച്ചത്. ഇപ്പോഴും ഇത്തരം അനുഷ്ഠാനങ്ങൾ, ആചാരങ്ങൾ മാറ്റിമറിക്കരുത് എന്നാണ് സുകുമാരൻ നായർ പറയുന്നത്. ആചാരങ്ങൾ മാറ്റിമറിച്ചതുകൊണ്ടാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായകന്മാരുടെ മുൻനിരയിൽ മന്നത്ത് പത്മനാഭന് സ്ഥാനം ലഭിച്ചത് എന്നാണ് ഗോവിന്ദൻ മാസ്റ്റർ ഓർമ്മപ്പെടുത്തുന്നത്. സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.